നമുക്കിന്നൊരു മലബാർ ദം ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ട ഐറ്റംസ് എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കനും മല്ലിയിലയും സവാളയും വെളുത്തുള്ളിയൊക്കെ. ആദ്യം തന്നെ നമ്മൾ ഫ്രൈയിങ് പരിപാടിയിലോട്ട് കിടക്കും. കാഷ്യൂവും അതുപോലെ തന്നെ സവാളയും ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയം തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് പകുതി വെന്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് അരിക്കുള്ള പരിപാടിയൊക്കെ നോക്കാം. കുക്കറിലാണ് ഞാനിപ്പോൾ അരി ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് മസാല കൂട്ടൂടിട്ട് നമ്മുടെ അരി എന്ന് 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ദം ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ലത് ചെറിയ അരി തന്നെയാണ്. ഞാനിവിടെ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുക്കർ അടച്ചു വെക്കേണ്ടത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ചിക്കനൊക്കെ ഒന്ന് പെറുക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില, പുതിനയില, 2 സ്പൂൺ തൈര്, ഇത്രയും ചേർത്തിട്ട് ഇളക്കിയിട്ട് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഗരം മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗരം മസാല ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിലെ പകുതി നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് വേവാൻ 2 വിസിൽ മതിയാവും. അങ്ങനെ റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ദമ്മിടൽ പരിപാടിയാണേ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ. സവാളയും കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ കറക്റ്റ് 13 മിനിറ്റാണ് ദം ചെയ്തിട്ടുള്ളത്. ലോ ഫ്ലെയിം വെച്ചിട്ടാണ് ദം ചെയ്തിട്ടുള്ളത്. ഞാനൊരു 20 മിനിറ്റിന് ശേഷമാണ് പിന്നെ തുറന്ന് നോക്കിയത്. അങ്ങനെ നമ്മുടെ മലബാർ ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മസാലയും ചോറും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ കിട്ടും. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സിമ്പിൾ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ നമ്മുടെ സ്ഥിരം ഐറ്റംസും സൈഡായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, പപ്പടവും സലാഡും ഒക്കെ. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു.